പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് വിമൻസ് ചാമ്പ്യൻഷിപ്പിൻ്റെ പുതിയ നമ്പർ 1 കണ്ടൻഡറെ ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ കണ്ടുപിടിച്ചിരിക്കുന്നു. നയ ജാക്സ് വേഴ്സസ് ജേഡ് കാർഗിൽ തമ്മിൽ നടന്ന ഒരു ഗംഭീര നമ്പർ 1 കണ്ടൻഡർ മത്സരത്തിൻ്റെ ഇടയിൽ നയോമിയുടെ ഒരു ഡിസ്ട്രാക്ഷൻ മുതലാക്കി നയ ജാക്സ് ജേഡ് കാർഗിലിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ നമ്പർ 1 കണ്ടൻഡർ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിഗംഭീരമായി മത്സരം മുന്നോട്ട് പോകുന്ന സമയത്ത് മത്സരം വീക്ഷിക്കാൻ വേണ്ടി റിംഗ് സൈഡിൽ ഉണ്ടായിരുന്ന വുമൻസ് ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റിനെ നയോമി അപ്രതീക്ഷിതമായിട്ട് വന്നിട്ട് ആക്രമിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ ജേഡ് കാർഗിലിൻ്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോകുകയും അത് മുതലെടുത്തുകൊണ്ട് നയ ജാക്സ് ഫിനിഷർ അടിച്ച് മത്സരത്തിൽ വിജയിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ടിഫനി സ്ട്രാറ്റിന് നെക്സ്റ്റ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത് നയ ജാക്സിന് എതിരെ ആയിരിക്കും. അല്ലെങ്കിൽ നയോമിയും കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരം കാണാൻ സാധ്യതയുണ്ട്. എന്തായാലും ഒരു കിടിലമായിട്ടുള്ള സ്റ്റോറി സ്മാക്ഡൗണിലെ വുമൻസ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി നടക്കുന്നുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ നിലവിലെ WWE ടാഗ് ടീം ചാമ്പ്യന്മാരായ സ്ട്രീറ്റ് പ്രോഫിറ്റിൻ്റെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പിന് ഫ്രാക്സിയം എന്ന് പറയുന്ന ടീമിന് ഭാവിയിൽ ഒരു ടൈറ്റിൽ ഷോട്ട് കിട്ടാൻ സാധ്യത ഉള്ള രീതിയിൽ ഒരു മത്സരം നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ കാണാൻ സാധിച്ചു. സ്ട്രീറ്റ് പ്രോഫിറ്റ് ഫ്രാക്സിയത്തിനെതിരെ ഒരു നോൺ ടൈറ്റിൽ ടാഗ് ടീം മത്സരം ഇന്ന് കളിച്ചു. കിടിലമായിട്ടുള്ള ഒരു പെർഫോമൻസോട് കൂടി ഫ്രാക്സിയം പിൻഫോളിലൂടെ സ്ട്രീറ്റ് പ്രോഫിറ്റിനെ പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ ഫ്രാക്സിയം ഈ മത്സരത്തിൽ വിജയിച്ചു എന്നുണ്ടെങ്കിലും പിന്നീട് വന്ന ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ മോട്ടോർ സിറ്റി മെഷീൻ ഗൺസുമായി സംസാരിച്ച് നൽകുന്ന സമയത്ത് DIY വന്നിട്ട് മോട്ടോർ സിറ്റി മെഷീൻ ഗൺസിനെയും ഫ്രാക്സിയം എന്ന് പറയുന്ന ടീമിനെയും ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ DIYക്കെതിരെയുള്ള ഒരു ടാഗ് ടീം മത്സരത്തിന് ശേഷമായിരിക്കും സ്ട്രീറ്റ് പ്രോഫിറ്റിനെതിരെയുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരം ഫ്രാക്സിയത്തിന് കിട്ടാൻ പോകുന്നത്. എന്തായാലും NXTയുടെ മുൻ ടാഗ് ടീം ചാമ്പ്യന്മാരായ ഫ്രാക്സിയം സ്മാക്ഡൗണിലേക്ക് വന്ന് കിടിലമായിട്ടുള്ള ഒരു പുഷോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ് അലക്സ ബ്ലിസിൻ്റെ തിരിച്ചുവരവും താരത്തിൻ്റെ നെക്സ്റ്റ് സ്റ്റോറിയെ സംബന്ധിച്ചുള്ള സൂചനയെ സംബന്ധിച്ചുമാണ്. അലക്സ ബ്ലിസിൻ്റെ തിരിച്ചുവരവ് വളരെ സർപ്രൈസ് ആയിട്ടാണ് WWE നടത്തിയിട്ടുണ്ടായിരുന്നത്. സ്മാക്ഡൗൺ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് PW ഇൻസൈഡർ ഈ ഒരു വാർത്ത ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അത് സ്മാക്ഡൗൺ ലൈവായി കണ്ടപ്പോൾ നമ്മുടെ ആസ്വാദനത്തെ തീരെ ബാധിച്ചിരുന്നില്ല. അലക്സ ബ്ലിസിൻ്റെ തിരിച്ചുവരവ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് സെലീന വെഗയുടെ സർപ്രൈസ് ടാഗ് ടീം പാർട്ണർ ആയതുകൊണ്ട് തന്നെ അത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു തിരിച്ചുവരവായിരുന്നു. അലക്സ ബ്ലിസിൻ്റെ തിരിച്ചുവരവിന് കുറേയധികം ആരാധകർ കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കാത്തിരിപ്പിന് നല്ലൊരു റിസൾട്ട് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ചു. അലക്സ ബ്ലിസും സെലീന വെഗ എന്ന് പറയുന്ന വുമൻസിൻ്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനും ടീം ആയിക്കൊണ്ട് ചെൽസി ഗ്രീനെയും പൈപ്പർ നെവനെയും ടാഗ് ടീം മത്സരത്തിൽ പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനേക്കാൾ ഉപരി അലക്സ ബ്ലിസിൻ്റെ നെക്സ്റ്റ് സ്റ്റോറി ആർക്കെതിരെ ആയിരിക്കും എന്നുള്ളതിൻ്റെ വലിയ സൂചനയും നമുക്ക് സ്മാക്ഡൗണിലൂടെ കാണാൻ സാധിക്കുകയുണ്ടായി. അത് മറ്റാർക്കുമെതിരെയല്ല, ഷാർലറ്റ് ഫ്ലെയർ എന്ന സൂപ്പർ താരത്തിന് എതിരെയാണ്. അപ്പോൾ ഷാർലറ്റ് ഫ്ലെയറിന് എതിരെയുള്ള ഈ ഒരു സ്റ്റോറി എങ്ങനെ അവർ കൊണ്ടുവരുന്നു എന്നുള്ളതിൻ്റെ സൂചന അത് ഇന്നത്തെ സ്മാക്ഡൗണിലൂടെ അവർ കാണിച്ചിരിക്കുന്നത് ഷാർലറ്റ് ദേഷ്യപ്പെട്ട് ബാക്ക് സ്റ്റേജിലേക്ക് നടന്നു പോകുകയും അവിടെ അലക്സ ബ്ലിസുമായിട്ട് ഫേസ് ടു ഫേസ് വരികയും നമുക്ക് സംസാരിക്കാം എന്നുള്ളത് അലക്സ ഷാർലറ്റിനോട് പറയുന്നതുമായിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണ് അവർ കാണിച്ചത്. അതിനു മുൻപ് സ്മാക്ഡൗണിൽ ഒരു പ്രൊമോ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ താനാണ് ഏറ്റവും മികച്ച വിമൻ റെസ്ലർ എന്നും താൻ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആണെന്നും വിമൻസ് ഡിവിഷനെ ഇത്രയും പൊക്കിക്കൊണ്ടുവന്നത് താനാണെന്നും താൻ തിരികെ ടൈറ്റിൽ പിക്ചറിലേക്ക് കയറും എന്നുള്ളതും പറയുമ്പോൾ കാണികൾ കൂവുന്നത് കൊണ്ട് ഷാർലറ്റ് പറയുന്നുണ്ട് ഇനി തന്നെ കൂവിയാൽ താൻ റിങ് വിട്ടു പോകും, ഇനി തിരികെ വരില്ല എന്നുള്ളത്. അപ്പോൾ കൂവലിൻ്റെ ആ ഒരു ശബ്ദം കൂടുകയാണ് ചെയ്തത്. അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഷാർലറ്റ് പിന്നീട് അലക്സയെ മീറ്റ് ചെയ്യുന്ന ഒരു ഭാഗവും കാണിക്കുന്നുണ്ട്. അപ്പോൾ അലക്സ ബ്ലിസിൻ്റെ തിരിച്ചുവരവും ഷാർലറ്റിനെതിരെയുള്ള സ്റ്റോറി തുടങ്ങുന്നതും അത് ഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റോറിയിലേക്ക് തന്നെ എത്തും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇരു താരങ്ങളും മുൻപ് ഏറ്റുമുട്ടിയ സ്റ്റോറികളെല്ലാം അത് ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ ജോൺ സ്നയുടെ മെയിൻ ഇവൻറ്റിലെ പ്രൊമോ സെഗ്മെൻറ്റിൽ നിന്ന് നമുക്ക് ലഭിച്ച 2 സ്റ്റോറി അപ്ഡേറ്റ് ആണ്. അതിൽ ഒന്നാമത്തേത് ജോൺ സ്നയെ ആർക്കിയ ചെയ്യാൻ വേണ്ടി വന്ന റാൻഡി ഓർട്ടനെ പോലെ ഡ്രസ്സൊക്കെ ധരിച്ച് റാൻഡി ഓർട്ടനെ പോലെ ഇമിറ്റേറ്റ് ചെയ്ത് വന്ന ആ ഒരു വ്യക്തി ആരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ക്ഷയം പിടിച്ച റെസ്ലർ എന്നുള്ളത് ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കാൻ കാരണം റാൻഡി ഓർട്ടൻ്റെ ബോഡി, അദ്ദേഹത്തിൻ്റെ ഹൈറ്റ്, ഇതൊക്കെ ഈ റെസ്ലറിൽ ഒരു സാമ്യം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു റെസ്ലറിനെ എന്തുകൊണ്ട് WWE ചൂസ് ചെയ്തു എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. എന്തായാലും ആ ഒരു റെസ്ലർ മറ്റാരുമല്ല, മുൻ NXTയുടെ നോർത്ത് അമേരിക്കൻ ചാമ്പ്യനായ ഷോൺ സ്പിയേഴ്സ് ആണ്. അദ്ദേഹം ഇപ്പോഴും NXTയിൽ ആക്റ്റീവാണ്. ഷോൺ സ്പിയേഴ്സിൻ്റെ കയ്യിലെ ടാറ്റു
ഈ ഒരു വ്യക്തി ഇന്ന് ആക്രമിക്കാൻ വന്ന വ്യക്തിയുടെ കയ്യിലെ ടാറ്റൂവുമായി സാമ്യമുള്ളത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ അത് ഷോൺ സ്പിയേഴ്സ് ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. കൂടാതെ ആ ഒരു മാസ്കിനുള്ളിലെ ആ ഒരു മുഖവും ഷോൺ സ്പിയേഴ്സിൻ്റെ കണ്ണുകൾക്ക് സമാനമായിട്ടുള്ള ആ ഒരു പ്രകൃതം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഷോൺ സ്പിയേഴ്സ് ആണ് എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് ജോൺസിനെ പറഞ്ഞ ഡ്രഗ് ടെസ്റ്റിനെ സംബന്ധിച്ചാണ്. അത് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളതാണോ എന്നുള്ളത് പലർക്കും സംശയമുണ്ട്. അത് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. 2006 റാൻഡി ഓർട്ടനെ WWE സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഡ്രഗ് ടെസ്റ്റിൽ ഫെയിലായത് കൊണ്ടാണ്. ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് റാൻഡി ഓർട്ടൻ പറയുന്നത് താനൊരു ജോയിൻറ്റ് വലിക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലെടുത്ത് വന്ന വ്യക്തികളിൽ ഒരാളാണ് തൻ്റെ സസ്പെൻഷനിലേക്ക് ഈ ഒരു കാര്യം നയിച്ചത് എന്നുള്ളത് റാൻഡി ഓർട്ടൻ മുൻപുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജോൺസിനെ പറഞ്ഞ ആ ഒരു പോയിന്റ് വാലിഡ് ആണ്. അത് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളതാണ്. എന്തായാലും ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ കിടിലമായിട്ടുള്ള ഒരു മത്സരമാണ് നടക്കാൻ പോകുന്നത്. നിങ്ങളുടെ പ്രഡിക്ഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.